ചട്ടി അന്വേഷിച്ചുള്ള നടപ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ്. വീഡിയോ തുടങ്ങുന്ന സമയത്ത് പിന്നെ കുറേ നാളായിട്ട് നമുക്ക് മഴ തന്നെ ആയിരുന്നല്ലോ. നമുക്കൊരു ചട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ ലേഡീനെ റീപ്ലാന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം വെൽക്കം ബാക്ക് ടു നിതീസ് വേൾഡ്. ഇന്ന് നമ്മളെ ഒരു കഴിഞ്ഞ ഡിസംബർ മുതൽക്ക് നമ്മുടെ ഡിസംബർ ലേഡി ഒരു ചട്ടിയിൽ തന്നെ തിങ്ങി ഞെരുങ്ങി മരമായിട്ട് നിൽക്കുക. അപ്പോൾ പുതിയ ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അയാളെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചൈന ഡോളുകൾ നമുക്ക് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് അതും നടണം. നമ്മൾ ഓൾറെഡി ഈ ചട്ടിയിൽ കാണുന്ന ചൈന ഡോള് നമ്മൾ അങ്ങനെ നട്ട് വലുതാക്കിയതാണ്. ഇത് കണ്ടോ, നല്ല ഫൈനായിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ. ഇത് ട്രൈക്കോഡെർമ ട്രീറ്റഡ് ആണ്. ഞാൻ പച്ചക്കറിക്ക് മാത്രമേ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2-3 വർഷത്തേക്കുള്ള വളമായിരിക്കും ഇപ്പോൾ കൊടുക്കുന്നുണ്ടാവുക. കാരണം ഇതൊരു മരമാകുന്ന ചെടിയാണ്. നമുക്ക് അതുപോലെ തന്നെ അതിലൊരുപാട് പൂക്കളും ഉണ്ടാകും. അപ്പം നിങ്ങളിതിൽ കണ്ടോന്ന്, ഞാനൊരു മേജർ പോർഷൻ എടുത്തിരിക്കുന്നത് മണ്ണാണ് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് റീപ്ലാന്റ് ചെയ്യുമ്പം എല്ലാവരും മേജർ പോർഷൻ മണ്ണെടുക്കണം, കൊക്കോപ്പീറ്റ് എടുക്കരുത്. കൊക്കോപ്പീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മഴ കൊള്ളാത്ത സ്ഥലത്ത് എന്തായാലും നമ്മൾ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമ്മളിപ്പം പ്ലാന്റ് ചെയ്യുന്നത് ഡിസംബർ ലേഡിയാണ്. അതിൻ്റെ കൂടെ തന്നെ ചൈന ഡോളും ഞാൻ ജസ്റ്റ് കട്ടിങ് എടുത്ത് വെച്ചത് പ്ലാന്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതാ ഫൈനാണ് കേട്ടോ. ഈ കണ്ടോ, ചാണകപ്പൊടി വളരെ ഫൈനാണ്. സോയിലാണെങ്കിലും അധികം കല്ലൊന്നും ഇല്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗാർഡൻ സോയിലാണത്. പിന്നെ ഇത് നമ്മുടെ കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ അങ്ങനെ തന്നെ പ്ലാവിൻ്റെ എല്ലാം വീണ് അങ്ങനെ അത് അവിടെ തന്നെ കിടന്ന് ലയിച്ച് ജസ്റ്റ് കമ്പോസ്റ്റ് ആയതാണ്. സിസ്റ്റമാറ്റിക്കലി മാറ്റിയതല്ല. ഇതൊക്കെ ചൈന ഡോളിൻ്റെ കട്ടിങ്ങാണ്. ഈ കട്ടിങ്ങുകൾ ശ്രദ്ധിച്ചോ, ഇതൊക്കെ ഒരു വുഡൻ ടച്ച് വന്നിട്ടുണ്ട്. പച്ച കളർന്ന് മാറിയിട്ട് ആ ഒരു മരത്തിൻ്റെ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലീഫൊക്കെ റിമൂവ് ചെയ്താണ്. ഇതാണ് കേട്ടോ മദർ പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും 3 കട്ടിങ്സ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഓരോരോ പ്ലാന്റായിട്ട് ഇതുപോലെ ഗ്രോ ചെയ്യിക്കും. വലുതായി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലീഫ് റിമൂവ് ചെയ്യാൻ മറന്നു പോകരുതേ. മാക്സിമം ലീഫ് റിമൂവ് ചെയ്ത് മിനിമൽ മതി അതിൻ്റെ മേലെ, എങ്കിലേ അത് അവിടെ സെറ്റ് ആവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, പ്ലാന്റിന് അത് ഫ്ലോയം വഴിയാണ് ഫുഡ് എടുക്കുക, സൈലം വഴിയാണ് വാട്ടർ എടുക്കുക. അപ്പോൾ ഒരുപാട് ലീവ്സ് ഉണ്ടെങ്കിൽ അത്രയും അങ്ങോട്ട് എത്തിക്കണ്ടേ. അപ്പോൾ നമ്മൾ മാക്സിമം അതിനാണെങ്കിലും കുറച്ച് പണി കുറച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പിടിച്ചോളും. പിന്നെ ഇതെല്ലാം നട്ട് കഴിഞ്ഞതിന് ശേഷം ഷെയ്ഡിൽ വേണം നമ്മൾ കൊണ്ടുവയ്ക്കാൻ. നമ്മൾ നേരെ മഴയത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഇളകും, അതുപോലെ തന്നെ വെള്ളം കൂടുതലാവും ചെയ്യും. അപ്പോൾ ഒന്ന് സെറ്റ് ആകുന്നവരെ 2 വീക്സ് മിനിമം പറ്റുമെങ്കിൽ ഒരു 1 മന്തൊക്കെ കൊണ്ടുവച്ചാലും പ്രശ്നമില്ല കേട്ടോ. എന്താ വെച്ചാൽ അത്രയും മഴയാണല്ലോ ഇപ്പോൾ ഇവിടെ നമ്മൾ പെയ്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ അടുത്ത് പോയിട്ട് ഇതാ നമ്മുടെ ആയുധങ്ങൾ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. എൻ്റെ എല്ലാ വീഡിയോയിലുള്ള അതേ ആയുധങ്ങൾ തന്നെയാണ്. നമ്മൾ കൈമുതലായി തലമുറകളായിട്ട് പാരമ്പര്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, അത് തന്നെയാണ്. അതേപോലെ തന്നെ ഈ ചട്ടി ഇതെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ആ മിക്സ്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ ഗാർഡൻ സോയിലാണ് മേജർ പോർഷൻ, പിന്നെ ചാണകപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ ട്രൈക്കോഡെർമ ട്രീറ്റഡ് ആണ് കേട്ടോ ഇത്. അത് അങ്ങനെ ട്രൈക്കോഡെർമ ട്രീറ്റ് ചെയ്ത് വേണമെന്നൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു 30 to 40 ഡേയ്സ് അത് നമ്മൾ കുമ്മായപ്പൊടി ഇട്ടിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണേ. കാരണം അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മണ്ണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ കുമ്മായ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ചെതൽ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ആ മണ്ണ് ഒഴിവാക്കണേ. ഇതുപോലെ നന്നായിട്ട് കിളച്ച് കൊടുക്കണം മണ്ണ്. അതുപോലെ നോക്കുകയും വേണം ചട്ടീൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. മണ്ണിര അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കണ്ട. അതൊക്കെ നല്ല കമ്പോസ്റ്റിങ്ങിന് പറ്റിയതാണ്. അതല്ലാണ്ട് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വെള്ള കളറിലൊരു ഫംഗൽ പൊടി കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു ചെതലുണ്ടല്ലോ, ചെതലിൻ്റെ പുറ്റൊക്കെ കാണാം. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് അങ്ങനെ തന്നെ ഒഴിവാക്കണേ. പിന്നെ ആ മണ്ണ് നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. ആ പോട്ടും അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് വേണം പുതിയ സോയിൽ എടുക്കാൻ. ഇതാ ഇയാളിവിടെ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന കേട്ടോ. ഇതിൽ കാട്ടുചെടി പടർന്ന് പിടിച്ചിട്ട് അതുപോലെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ കത്തി അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ ഒഴിവാക്കിയൊരു കത്തിയാണ്. ആ കത്തി വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും ചട്ടിയുടെ സൈഡുകളിൽ നിന്നും ഞാൻ തള്ളിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം റൂട്ട് ബ്രേക്ക് ആവരുത്. റൂട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. ആ പ്ലാന്റ് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ട് റീപ്ലാന്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ ഭാഗത്തും ഇതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പ്രഷർ കൊടുത്തിട്ട് ലൂസാക്കി കൊണ്ടുവരിക. ഓൾറെഡി അത് നമ്മുടെ ടൈറ്റ് ആയിരിക്കും. കാരണം ഒരുപാട് നാളായിട്ട് 2-3 വർഷമായിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ നിൽക്കുന്ന പ്ലാന്റ് അല്ലേ. അപ്പോൾ ടൈറ്റ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ചട്ടികൾ. ഞാൻ ഓൾറെഡി ഇപ്പോൾ മഴയത്ത് കിടക്കുന്ന സാധനം ആയതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അതല്ല നമ്മൾ വേനൽക്കാലത്താണ് ചെയ്യുന്നതെങ്കിൽ
നമ്മൾ രാത്രി ഈ ചട്ടി എടുത്തിട്ട് ഒരു ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് മോർണിംഗ് ഈ പരിപാടി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ലൂസായി കിട്ടും. അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. ഇപ്പോൾ മഴയായത് കാരണമാണ് ഞാനത് കാണിക്കാത്തത്. ഇതാ, എന്നിട്ട് നന്നായിട്ട് പിടിച്ച് വലിച്ച് നോക്കുക, റൂട്ട് ബ്രേക്ക് ആവരുത്, ഇതുപോലെ കിട്ടുമോ എന്നുള്ളത് നോക്കുക. കിട്ടിയതിന് ശേഷം ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് വെക്കരുത് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആളുകൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് പ്ലാന്റ് ചെയ്യുന്നത്. അതൊരിക്കലും ചെയ്യരുത്. ഇതിലുള്ള എല്ലാ സോയിലും ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഈ സോയിലൊന്നും ഉണ്ടാവില്ല. കാരണം ലോങ് ടൈമായിട്ട് നമ്മൾ പ്ലാന്റിന് വേണ്ടുന്ന എല്ലാം ഈ ഒരു ചെറിയ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലാന്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇതൊന്നും കിട്ടാൻ ആ പ്ലാന്റിനില്ല. അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ആ റൂട്ട് വരെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ പുതിയ ചട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്യുന്നത്. കാരണം വൺസ് അത് നമ്മൾ പ്ലാന്റ് ചെയ്താൽ നമുക്ക് തന്നെ അറിയാം, കുറേ കാലത്തേക്ക് നമ്മളത് പറിച്ച് നടാനോ അതിനെ നോക്കാനോ നമ്മൾ പോകുന്നില്ല. ഇനി അതിന് കൂടുതൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എന്തെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയേ ചെയ്യുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ റൂട്ടിൻ്റെ അടിയിലേക്കൊന്നും നമ്മൾ പോവില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്രയും നല്ല രീതിയിൽ തന്നെ റൂട്ട് ബ്രേക്ക് ആവാതെ മെല്ലെ 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 അടർത്തിയെടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത് പ്രഷറുള്ളത് തോന്നാം, പക്ഷെ അത് പ്രഷറില്ല. ഒട്ടും പ്രഷറില്ലാതെയാണ് കേട്ടോ ഞാൻ അടർത്തിയെടുക്കുന്നത്. നോർമലി ഈ വക പരിപാടികളൊക്കെ ഇൻ്റർലോക്കിൻ്റെ പുറത്തുനിന്ന് ചെയ്താൽ മതി. ഞാൻ വീഡിയോയ്ക്ക് വൃത്തിക്ക് വേണ്ടിയിട്ടും മഴക്കാലമായത് കാരണം പുറത്ത് സ്റ്റാൻഡ് വെക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്ത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മണ്ണ് ഒഴിവാക്കുന്ന പരിപാടിയൊക്കെ പുറത്തുനിന്ന് ചെയ്തിട്ട് പുറത്തുനിന്ന് തന്നെ അതൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് പ്ലാന്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കൺവീനിയൻസ് ആണ് കേട്ടോ. നമ്മളിപ്പം വീട്ടിൽ നിന്ന് തന്നെ ഗാർഡനിൽ, അതായത് ബാൽക്കണിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മളിതുപോലെ തന്നെ പഴയ ഒഴിവാക്കിയ റെയിൻകോട്ടായിരുന്നു ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്തിരുന്നത്. അത് കീറി ഇനി വെച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയതാണ്. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതവിടെ ഒന്ന് മടക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ചാക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ചാക്കാണ് കേട്ടോ. താഴെ വീണിട്ട് നമുക്ക് പിന്നെ എടുത്ത് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ആ സോയിൽ കൊണ്ടുപോയിട്ട് ഡിസ്കാർഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഷീറ്റ് പിന്നെയും അവിടെ തന്നെ വിരിച്ചിട്ട് നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ നമ്മുടെ ഈ സോയിലിൻ്റെ മിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ കൗഡങ്ങാണെങ്കിലും കമ്പോസ്റ്റും ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായിട്ട് ആ മണ്ണിൽ ചേർന്ന് കിടക്കണം. കട്ട കുത്തി നിൽക്കും. ഈ ചാണകപ്പൊടി ലോങ് ടൈമായിട്ട് നമ്മൾ ചാക്കിൽ തന്നെ വെച്ചാൽ അങ്ങനെ കട്ടകളുണ്ടെങ്കിൽ ആ കട്ട ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇടുക. കാരണം എന്താണെങ്കിലും അങ്ങനെ അത് വെള്ളത്തിൽ തട്ടി അത് അലിഞ്ഞ് അങ്ങനെ മണ്ണിലേക്ക് ചേർന്ന് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇതിന് പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ സോഫ്റ്റാക്കി കൊടുത്താൽ തന്നെ റൂട്ടിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ തട്ടലും മുട്ടലും ഇങ്ങനെ കാണുന്നത്. ഞാൻ അവിടെയുള്ള എല്ലാ മണ്ണിൻ്റെ കഷ്ണങ്ങളും വൃത്തിയാക്കിയിട്ടാണ് ഇതാക്കുന്നത്. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഈ റൂട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതാണ് ഞാൻ എല്ലായിടത്തും പുറത്തേക്ക് ഇടുന്നത്. നമ്മളെടുത്ത് പുറത്തേക്കിട്ട് ടാപ്പ് വാട്ടർ എടുത്തിട്ട് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഇനി ഒന്നും ഉണ്ടാവരുതെന്നുള്ളത് നമുക്ക് ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കാം. ഞാൻ ഫംഗിസൈഡൊന്നും ഞാൻ ഇട്ട് വെക്കുന്നില്ല. കാരണം ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. വലിയ പ്ലാന്റ് ആണല്ലോ, ചെറിയ പ്ലാന്റ്, പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റൊക്കെ ആണെങ്കിൽ കുറച്ച് ഫംഗിസൈഡൊക്കെ എടുത്തിട്ട് അതിലൊക്കെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇത് പിന്നെ ഡിസംബർ ലേഡി അങ്ങനെ ഒരു പ്ലാന്റ് അല്ല, ഇത് ശരിക്കൊരു മരം പോലത്തെ ടൈപ്പ് സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. പിന്നെ നമ്മുടെ ഫിലോഡെൻഡ്രോൺ ടൈപ്പിലൊക്കെ വരുന്ന ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. നല്ല നീറ്റായിട്ട് ഫംഗിസൈഡിലൊക്കെ കുറച്ചിട്ട് വെച്ച് ആ ഫംഗിസൈഡും നമ്മൾ റിമൂവ് ചെയ്ത് കഴുകി ഒഴിവാക്കി. മഴയത്തൊന്നും ഈ പരിപാടിക്ക് നിൽക്കരുത്, വെയിലുള്ളപ്പോൾ മാത്രം നമ്മൾ ചെയ്യണം. പിന്നെ ഇപ്പോൾ എനിക്കാണെങ്കിലും ഓൾറെഡി ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ മഴ തീരെ വിട്ട് നിൽക്കാത്തതുകൊണ്ട് നമ്മുടെ ലീവ്സൊക്കെ നല്ലോണം യെല്ലോയിഷ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയിട്ട്, വാം ലൈറ്റ് ആണെങ്കിലും ഓൺ ആക്കിയിട്ട് അതിൻ്റെ താഴെ തന്നെ പ്ലാന്റ്സ് കൊണ്ടുവച്ച് കൊടുക്കുക. വന്ന ലീവ്സ് ഉണ്ടല്ലോ യെല്ലോ, അത് കട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് പറിക്കല്ല, കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ അത് റെഡി ആയിക്കോളും. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു ഓസും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മടക്കി വെച്ചതിന് ശേഷം തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച് ഈ വാഴ നടുമ്പം ചീരയും കൂടി നനയെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കതിൽ കുറച്ചധികം സോയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചൈന ഡോളും കൂടി നട്ട് വെക്കുന്നത്. മഴക്കാലത്ത് ഞാൻ വേറെയും 2-3 അതുപോലെയുള്ള ടൈപ്പ് പ്ലാന്റുകൾ, പിന്നെ മുളയുടെ കാറ്റഗറി വരുന്നത് നമ്മുടെ ബാമ്പൂ ടൈപ്പ്, അതൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം താഴെ നിന്നാണെങ്കിലും ഭയങ്കര ഹ്യൂമിഡിറ്റി ഉള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റൂമിൻ്റെ കോർണറിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സെറ്റ് ആവുന്നവരെ അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. അതിനെന്താണോ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ കുത്തനെ കട്ട് ചെയ്ത് അതൊന്ന് ശരിച്ച് കട്ട് ചെയ്താൽ നല്ലതാണ് റൂട്ട് വരാനും. അതുപോലെ തന്നെ അതിന് ന്യൂട്രിയൻസൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഒരു കുത്തനുള്ളതിനേക്കാളും
സുഖമാണല്ലോ ചെരിഞ്ഞു പോകുന്ന സമയത്ത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്ലാന്റ് ഇതുപോലെ തന്നെ പ്ലാന്റ് വെച്ചതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുക്കണേ മണ്ണ്. കാരണം എന്ന് വെച്ചാൽ പ്ലാന്റ് ഇളകി പോകും, മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ കാറ്റ് തട്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് തന്നെ ചെടിച്ചട്ടി തട്ടിയാലൊക്കെ അത് ഇളകി പോകും. അപ്പോൾ ഇളകാതിരിക്കാൻ നമ്മൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു കോരിയാണ്. ആ കോരി കൊണ്ട് തന്നെ ഞാൻ അമർത്തി കൊടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. പക്ഷേ പർപ്പസ് ഇതാണ്, ടൈറ്റായിട്ട് അവിടെ നിൽക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ഐഡിയയും നമ്മുടെ ഒരു കൺവീനിയൻസും ഒക്കെയാണ് കേട്ടോ. നമ്മുടെ കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റിന് വളരെ ക്ഷാമം കേട്ടോ. ഇനി അവിടെ തള്ളി നീക്കിക്കഴിഞ്ഞാൽ കൈക്കോട്ടൊക്കെ എടുത്ത് പോയാൽ അവിടെ നിന്ന് ഒരുപാട് കിട്ടും. പക്ഷെ ഞാൻ കുറച്ച് കോരി എടുത്തുകൊണ്ട് വന്നതാണ്. മഴ എപ്പോഴാണ് പെയ്യാമെന്നറിയില്ല. അപ്പം ഇതൊരു അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു പണിയാണ്. നമുക്ക് ജൂലൈയിൽ ഇപ്പം ചെയ്താലേ ഉള്ളൂ ഈ ഡിസംബർ ആകുമ്പോൾ അത് പൂക്കുക. ഇനി ഞാൻ ലേറ്റ് ആക്കിയാൽ എനിക്ക് പൂവ് കിട്ടലുണ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഇറങ്ങിയത് കേട്ടോ. പിന്നെ എല്ലാത്തിനെയും പോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഇതിലൊക്കെ. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു മന്തും കൂടെ കഴിഞ്ഞിട്ട് പച്ചക്കറിയുടെ നമ്മുടെ ഗ്രോ ബാഗിൽ കൃഷി കാണിച്ചു തരാം. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെസ്റ്റ് കൺട്രോളിൻ്റെ ടൈമാണ്. നമ്മൾ നന്നായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യണം. അപ്പം എനിക്കാണെങ്കിൽ മഴ ഭയങ്കര പ്രശ്നമാണ്. അപ്പം അലർജിക്ക് ആയതുകൊണ്ട് ഞാൻ മഴ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം സീഡ്ലിങ്സ് വെച്ചിട്ട് എങ്ങനെ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറി ഉണ്ടാക്കി എടുക്കുന്നതെന്ന്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് വെണ്ടയ്ക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മൾ ചെറിയ കറിക്ക് ഉപ്പേരിക്കൊക്കെ ഉള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ മഴയുടെ മുന്നേ നമ്മൾ മുരിങ്ങയില പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയുടെ ഇല, ചീര നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ബാച്ചിൻ്റെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ പപ്പായ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് കിട്ടുന്നത്. മഴയൊന്ന് നിന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വിപുലമായിട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങളെയും കൂടി അത് കാണിച്ചു തരാം. ഗ്രോ ബാഗിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് സ്ഥലം പരിമിതി ഉള്ളവർക്കും അതൊരു ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്കാണെങ്കിലും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ന്യൂട്രിയൻസ് ഇട്ട് കൊടുത്തേക്കാണെങ്കിൽ വെള്ളം ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പ്രശ്നവുമില്ല. അത് തന്നെ സെറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇനി പ്ലാവിലൊന്നും ആരും അധികം കത്തിക്കണ്ട. കുഴിച്ച് അതിലേക്ക് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഇപ്പം വീടിൻ്റെ കുറേ ദൂരെയാണ് പറമ്പ് കിടക്കുന്നതെങ്കിൽ അവിടെ കിടന്ന് ചീഞ്ഞ മണ്ണിൽ ചേരട്ടെ. ആ മണ്ണെടുത്ത് നമുക്ക് പിന്നെ യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ പിന്നെ കൊതുകിൻ്റെ പ്രശ്നമൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് കത്തിക്കാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ചാരാവുന്നതിനേക്കാളും നമ്മൾ പ്ലാന്റ്സിനൊക്കെ കുറച്ചും കൂടെ നല്ലത് ഫ്രഷ് തന്നെയാണ് കേട്ടോ, കമ്പോസ്റ്റ് തന്നെയാണ്. ഈ ചാരം എപ്പോഴും യൂസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടിക്ക് നമുക്ക് ഈ ചാരം നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളിത് നട്ട് കഴിഞ്ഞ് ഏകദേശം ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ചാണകപ്പൊടി നന്നായിട്ട്. എന്നാലും നടുമ്പോൾ നമ്മൾ ഇനിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇത് ലോങ് ടൈമിലേക്കുള്ളതാണെന്ന്. പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ബയോമീൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബയോമീൽ. ഞാൻ മഴയായപ്പം അത് തീർന്നു, പിന്നെ പോയി വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബയോമീൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ കണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മഴയൊന്ന് വിട്ടതിന് ശേഷം ഒന്ന് മണ്ണ് കത്തി കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ബയോമീൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ബയോമീൽ ആഡ് ചെയ്യുമ്പം ഇപ്പം ഈ ഒരു പ്ലാന്റിനൊന്നും പ്രശ്നമില്ല, കാരണം കുറച്ച് തിക്കാണ് സ്റ്റമ്മ്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിട്ട് റൂട്ടിൻ്റെ കുറച്ച് വിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നേരെ മൂട്ട് തന്നെ കൊണ്ടുപോയിട്ടിടരുതെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്തും സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കമ്പുകളുണ്ടോ, എന്തെങ്കിലും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വൃത്തിയാക്കി പ്രൂൺ ചെയ്ത് കൊടുക്കാം. നട്ടാൽ നനയ്ക്കണം എന്നാണല്ലോ. അപ്പോൾ ഫൈനൽ സ്റ്റേജാണ്. വീഡിയോ കഴിയാറായി. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ നനയും കഴിഞ്ഞു. ഇനി നമ്മൾ ഷെയ്ഡിലേക്ക് എടുത്ത് മാറ്റി വെക്കണം. അവിടെ തന്നെ ഇടരുത്, കാരണം മഴ പെയ്താൽ പിന്നെ ഈ കുഴിച്ചിട്ടതിനും ഈ ഇട്ട് കൊടുത്തതിനൊന്നും കാര്യം ഉണ്ടാവില്ല. കംപ്ലീറ്റ് ന്യൂട്രിയൻസും ഡ്രെയിനായി പോവും. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മഴക്കാലത്ത് അധികം നടണ്ടെന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.